ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ എന്താ നിർമ്മലേ, ഇവളെ ആരാ ഉപദ്രവിച്ചത്? ഉപദ്രവിച്ചതും അമ്മ ഏൽപ്പിച്ച ആൾക്കാർ തന്നെയാ. അമ്മ ഏൽപ്പിച്ച ആൾക്കാരാ? നീ എന്തു മോളായി പറയുന്നത്? എന്താ നിർമ്മല നിന്റെ ഉദ്ദേശം? എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? ഞാൻ കരുതിയോ ഇവളാ മുറിക്കകത്ത് ചെന്ന് കേറൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? കൃത്യസമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ചത്തേനായിരുന്നു ഇവള്. ഒരൊറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. എത്ര നിസ്സാരമായിട്ടാ മോളെ ചത്തേനെന്ന് നീ പറയുന്നത്? സ്വന്തം മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അടിക്കാൻ കയ്യോങ്ങിട്ട് അടിക്കാത്തെന്താ? നിങ്ങൾക്ക് ബഹളം വെക്കാനല്ലാതെ ചോദ്യം ചോദിക്കാനുള്ള ന്യായം മനസ്സിലില്ല അല്ലേ? എനിക്കൊരു ചെറിയ പിഴവ് പറ്റി, അതിനെന്റെ തലയിലോട്ട് കേറണ്ട. നീ ഇത് അല്ലാതെ നീ വേറെന്താ ചെയ്തിട്ടുള്ളത്? നവീന്റെ ഗാഥയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി നീ എത്ര തവണ ശ്രമിച്ചു? ഓരോ തവണയും ഗംഭീരമായിട്ട് പറയും നിർമ്മല വിചാരിച്ച ദൈവത്തിന് പോലും തടയാൻ പറ്റില്ല. എന്നിട്ട് എന്തെങ്കിലും നടന്നോ നിന്നെ കൊണ്ട് ഇതുവരെ? നിർമ്മലെ, നീ എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. നവീന്റെ കീർത്തിയുടെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മോളുടെ ജീവൻ സുരക്ഷിതമായിരിക്കണം. അവൻ ആര് വേണോ കെട്ടിക്കോട്ടെ, നമ്മുടെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ടും അച്ഛൻ തന്നെ കെട്ടിയാ മതി. നാണോ ഉണ്ടോടി നിനക്ക്? ഒരാൾ ഇത്രയും അവഗണിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണം പെൺകുട്ടികളായാൽ. സാമാന്യ ബോധം ഉണ്ടെങ്കിലേ 3 നേരം അതങ്ങ് വെട്ടി വിഴുങ്ങ്, വിശപ്പ് മാറും. സമൂഹത്തിനിടയിൽ നല്ല അന്തസ്സുമായിരിക്കും. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നവീൻ ഗാഥയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം വരെ എനിക്കുള്ള സമയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അത് മുടക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. നീ എന്താന്ന് വെച്ചാ ചെയ്തു കൂട്ട്. ചാകാനാണ് തീരുമാനമെങ്കിൽ അമ്മയും മോളോടൊക്കെ ചത്തോ. എന്നെ വിട്ടേക്ക്. മതി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതും പറഞ്ഞ് വഴക്കിടണ്ട. അമ്മേ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നേരിട്ട് ഗാഥ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെന്ത് ചെയ്യാനാ?